നമുക്ക് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും അതുപോലെ തന്നെ മറ്റു മറുഭാഷകളിലുമൊക്കെ നായികയായി ഒറ്റ ചിത്രം കൊണ്ട് കഴിഞ്ഞ വർഷം 2023 RDX എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികൾ നെഞ്ചോട് ചേർത്ത ആ നീലനിലാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹിമ നിറഞ്ഞ കൈകൊടുത്തുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും കാത്തിരുന്ന ഹരിനാരായണനും അതുപോലെ ബിജുമാനും കമൽസാറും ചേർന്ന് നമുക്ക് സമ്മാനിക്കുന്ന ആ ഗാനം നമ്മൾ കാണാൻ പോവാണ്. എന്തായാലും നമുക്ക് ആദ്യം രണ്ട് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ സ്റ്റേജിൽ വിളിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും റെപ്യൂട്ടഡ് ആയ പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ മഹാഭാഗ്യം. താങ്ക് യു കമൽ സർ എന്നീ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിന്. മഹിമ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ഇത്രയും അച്ചടി ഭാഷ സംസാരിക്കാൻ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ആ കാസർഗോഡ് ഭാഷ മതി. എന്നെ എല്ലാവരും കളിയാക്കി എയറിൽ നിർത്തിയേക്കോ. ഞങ്ങൾക്ക് ആ എയറാണ് വേണ്ടത്. വേണ്ടേ? ആ കാസർഗോഡ് ഭാഷ കേൾക്കണം. കയ്യടി കൊടുക്കും, കേൾക്കട്ടെ മഹിമ. കാസർഗോഡ് ഭാഷയിൽ ഇത് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെല്ലണ്ട. എന്റെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതിന് കമൽ സാർ കുറെ നന്ദി ഉണ്ടാവേ. വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ എന്റെ ട്രെയിലർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര പാങ്ങുണ്ടാവേ സാറേ. കാണുമ്പോ എനിക്ക് എന്താന്ന് പറയാ, ഭയങ്കര മജ്ജയാന്നത് കാണുമ്പോ. സിനിമന്റെ പേര് കണക്ക് തന്നെ സിനിമയെ വന്നിട്ട് ഭയങ്കര വൈറലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ. പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് വിഷസ്. സ്വാസിക എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നു. എനിക്ക് കുറേ നാളായിട്ട് അറിയും സ്വാസിക. എൻ്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോക്ക് നന്നായിട്ട് വരണമെന്ന് ഞാൻ വിശ്വാക്കുന്നവേ. ഷൈൻ ചേട്ടൻ്റെ കൂടെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചിന്. ഞങ്ങൾ കുറേ ദിവസം അഭിനയിച്ചിന് ആ പടത്തിൽ. ഷൈൻ ചേട്ടന് കുറേ മേലെ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വാക്കുന്നവേ. പിന്നെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. പേഴ്സണലായിട്ട് എല്ലാവരെയും അറിയില്ലല്ലോ. ഞാനിപ്പല്ലല്ലോ മലയാളത്തിൽ അഭിനയിക്കാൻ സ്റ്റാർട്ടാക്കിയത്. അതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ വിശ്വാസിക്കുന്നു. ശരിക്കും മഹിമയുടെ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാവുന്ന വേറൊരാളോട് ഇരിപ്പുണ്ട്. ഉണ്ണിച്ചേട്ടൻ ഒരു കയ്യിൽ കറക്റ്റ് കാസർഗോഡ് ഭാഷ. അവർ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഇവിടെ സംസാരിക്കാൻ നോക്കിയേക്കാം. പെട്ടെന്ന് ചുരുങ്ങിയ സമയം വേഗം കൊടുക്കും. അത് കാസർഗോഡ് കാഞ്ഞങ്ങാട്. അഖിലേഷേട്ടൻ നല്ല പേര്. അഖിലേഷേട്ടൻ. അതെ, അഖിലേഷേട്ടനാണ്. അപ്പൊ അടിപൊളി പിന്നെ പറയാൻ പറ്റില്ല. ഞാൻ ചെറുത്തൂരാണ്. എന്റെ ചേച്ചി പെട്ടെന്ന് വിളിച്ചോണ്ട് അറിയാം, ഫേമസ് നടിയല്ലേ. എന്തായാലും ഇതില് അപ്പൊ നമ്മുടെ ഒഫീഷ്യലായ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ലിറിക്കൽ വീഡിയോ സ്ക്രീനിലേക്ക് ഒരു കൈയ്യടി വേണ്ട. നല്ല ഇനിയും ഈ ഗാനം കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്തായാലും നമുക്ക് വിവേകാനന്ദ നായികമാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. അവര് എനിക്ക് തോന്നുന്നു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്ററുകളാണ്. എന്തായാലും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായിക ഗ്രേസ് ആന്റണി. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്താ വിവേകാനന്ദനിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കമൽസാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവസരമാണ്. ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും, ചിലത് നമ്മളെ തേടി വരും. പക്ഷെ നമ്മളെ തേടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന ആഗ്രഹമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. മഹേഷേട്ടനെ പേടിപ്പിച്ച പോലെ ആരെ? മഹേഷേട്ടനെ മറ്റേ പടത്തില് അത് ഷമ്മിയായിരുന്നു. ഷമ്മിനെ പേടിപ്പിച്ച പോലെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ? ഷൈനെ പേടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പേടിപ്പിക്കില്ല. എന്നാലും ശ്രമിക്കുന്നുണ്ട്.
ഒരുപാട് സന്തോഷം. സന്തോഷം, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് സിനിമ കാണാൻ പറയും എങ്ങനെയാണ്, പേടിപ്പിക്കുന്നുണ്ടോ, തിരിച്ചാണോ അങ്ങോട്ടാണോ, ഷമീനെ പേടിപ്പിച്ച പോലെ ഇവിടെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന വിവേകാനന്ദന്റെ മറ്റൊരു നായിക സ്വാസികയെ ഞാൻ ആ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാസികയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നെ നോക്കണ്ട, നമ്മള് വിവേകാനന്ദനെ നോക്കിയാൽ മതി. പറയട്ടെ. പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ 8ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം, സിനിമ നടിയാവണമെന്ന് ആ ഒരു സമയം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഡയറക്ടറാണ് കമൽ സർ. സാറിൻ്റെ സിനിമയിലെ കുറേ ക്യാരക്ടേഴ്സ്, ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിലെ പാട്ടുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ലാൽജു സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഗ്രാമഫോണിലെ മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിനെ ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലാൽജു സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ, അപ്പോൾ കമൽ സാർ കാണും, കണ്ടിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാറ് വിളിച്ചത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ, ഗ്രേസ്, മറീന, സ്മിനു ചേച്ചി, നല്ല ജോണി ചേട്ടൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് 2023 എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 2024 ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ, സൗബിൻ, എല്ലാവർക്കും ഇവിടെ വന്നതിൽ എൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ആഷിഖ് സർ, ലിസ്റ്റിൻ സർ, സ്വാമി സർ, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പൊ സാസിക്ക് മറ്റൊരു ഭാഗ്യം കൂടി കിട്ടാൻ പോവാണ്. കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യനും ഒരേ സമയത്ത് ഒരേ വേദിയിൽ അടുത്തടുത്തിരിക്കുന്നുണ്ട്. ആ ഗ്രാമഫോണിലെ ഡയലോഗ് ഒന്ന് ഞങ്ങൾക്ക് കൂടെ കേൾക്കാനെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. കേൾക്കണോ? ആദ്യം പ്രചനാവശ്യം വേണം. അത് ഓർമ്മയില്ല, അതൊക്കെ അന്ന് പഠിച്ചിട്ട് ആ റിയാലിറ്റി ഷോ കാണാം. രണ്ടുപേരുള്ള ഒരു മഹാഭാഗ്യാണ്. അത് പറഞ്ഞല്ലോ, അതിങ്ങനെ മറ്റേ മുറുക്കാനൊക്കെ ചവച്ചിട്ടായിരുന്നു. കല്ല് കൊത്താനുണ്ടോ, കല്ല് കല്ല് കൊത്താനുണ്ടോ, കാല് കൊത്താനുണ്ടോ, കാല്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും രണ്ടുപേരുടെ മുമ്പിൽ ചെയ്യാനുണ്ടായ ഭാഗ്യം. ഓക്കെ, നല്ല കാര്യമെടുക്കാം. താങ്ക് യു സാസി. താങ്ക് യു ചേട്ടാ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇത് വേറെ കാര്യമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ വിവേകാനന്ദൻ വൈറലായി എന്ന ചിത്രത്തിന്റെ വൈറലാണ് എന്ന ചിത്രത്തിന്റെ കുടുംബാംഗങ്ങളും നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്നത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. അപ്പൊ നമുക്ക് കുറച്ച് രസകരമായ നിമിഷങ്ങൾ, ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധിക്കാം. സോറി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഈ വേദിയിലേക്ക് വിവേകാനന്ദന്റെ മറ്റൊരു നായികയോട് വേദിയിലേക്ക് വരികയാണ്. മെറീനയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ വരുന്നവരൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കും. ഇവൻ എന്നെ തല്ലാൻ വിളിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പേടി സത്യം പറഞ്ഞാൽ സാറിന്റെ ഫ്രണ്ടിൽ നമുക്ക് എപ്പോഴും പേടിയായിട്ട് എനിക്ക്. കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്റ്റഡ് കിഡ് ഞാനായിരുന്നു. സാറിൻ്റെ എടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം, എന്താ സാർ കൂടുതൽ നന്നായി പോയോന്നാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട്, പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങളില്ല, അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രശസ്തി ഇല്ലാന്ന്. ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ്. ഒരവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ ആഗ്രഹിച്ച്, സിനിമയിൽ നടിയാവണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്തെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷേട്ടനുണ്ട്, ജോസേട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഹിമ, നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പരിചയമില്ല. താങ്ക് യു സോ മച്ച്. ചാക്കോച്ചൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, സമിറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷൈൻ ടോം ചാക്കോ, ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടല്ലേ ഷൈനെ? എങ്ങനെയൊക്കെ ശല്യം ചെയ്തതെന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ അങ്ങോട്ട് എങ്ങനെയെന്ന് വ്യക്തമാക്കണമല്ലേ, എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും.
ഏയ് ഞാൻ പരാതിപ്പെടാനൊന്നും പോകുന്നില്ല. ഉറപ്പാണോ? എല്ലാരും കേട്ടല്ലോ അല്ലേ? ഒന്നുമില്ല, സാറിന്റെ നമുക്ക് സ്ഥിരം ചെയ്ത് കേട്ടിട്ട് അറിയാലോ സാർ എപ്പോഴാണ് ചൂടാവാന്നുള്ളത്. അപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ്. അറിയാലോ, എന്താ അവരെ നോക്കി പറയണേ? ചാക്കോസിന്റെ അനുഭവം ഉണ്ട്. ചാക്കോസിനോട് കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയിലുള്ളതെന്നുള്ളത് കാരണം കമൽ സാറിന് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ട പോലെ ആ സാബിനതുകൊണ്ട് തൊപ്പി വെച്ച് വന്നു. ഇനി എങ്ങാനും കളിച്ചു മറിച്ചാലോ? സാറ് കൈ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നത് ഞങ്ങൾ ഓടിക്കളയും, ആ പ്രദേശത്തുണ്ടാവില്ല. ശരിക്കും അനുഭവമുള്ള ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ, പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാതിരിക്കും. അപ്പൊ ഞാൻ പറയാം എന്റെ അടുത്തേക്ക് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ച് മാറിക്കോ. സാറ് നോക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ ക്ലാസ്സിൽ ഇവര് മൂന്നുപേരും ഞാൻ മാറ്റി നിർത്തി. കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്നുപേരും അടുത്ത്. ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീത്തയൊന്നും കേൾക്കാതെ രക്ഷപ്പെടണ്ടേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കും സാറിന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണിത്. പറഞ്ഞു കൊടുക്കാറില്ല. അല്ല, എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ടുവച്ചിട്ട് ചീത്ത കേൾക്കാന്ന് പറഞ്ഞ മോശമല്ലേ? എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണുമ്പോൾ അറിയാം ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു. ചീത്ത പറഞ്ഞതാണോ സ്നേഹം? അതെല്ലാം ഈ ഒരു സഹകരണം ഉണ്ടല്ലോ, വെറുതെ പറഞ്ഞാ. അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു. എനിക്കിതൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലെജൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലേ. നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ല ഇതല്ലേ. പിന്നെ ചെറുപ്പത്തിലേ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ വേദികളിലും പാടിക്കൊണ്ട് നടന്ന ഒരു പാട്ടാണ് വെന്തില ചന്ദനക്കിണ്ണം ഉന്നമഴക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെള്ളി കുരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അത് കിളി പോകും നേരം മണ്ണടി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ. അപ്പൊ അന്ന് മുതലേ ഞാൻ സാറിനൊരു ഫാനാണ്. ഇന്നിപ്പോ ആ സാറിന്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഐഷു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഐഷുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് അറിയിക്കുന്നതാണ്. താങ്ക് യു. ഉറപ്പായിട്ടും എല്ലാവരും കൂടെ കണ്ട സപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വിവേകാനന്ദൻ വൈറലാകാനുള്ള കാരണങ്ങളിൽ ഓരോ തെളിവുകൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വിവേകാനന്ദനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വിവേകാനന്ദന് നല്ല സ്നേഹമുള്ള ഒരു പപ്പയുണ്ട്, സ്വന്തം അച്ഛൻ പത്മനാഭൻ പപ്പയുടെ. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജോണി ആന്റണി. ജോണി സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ജോണി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പൊ ഇവര് പറഞ്ഞതൊക്കെ ആണോ സത്യം എന്നൊക്കെ ഇപ്പൊ തെളിയാൻ പോകണം. കണ്ടോണേ. എല്ലാവർക്കും നമസ്കാരം. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഈ സിനിമയിലെത്താൻ വേണ്ടി സിനിമകൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആവേശം ജനിപ്പിച്ച ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അതിലൊരാളായിരുന്നു കമൽ സാറ്. അപ്പോൾ നമ്മൾ ഈ അഭിനയം തുടങ്ങിയപ്പോൾ സാറിൻ്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. സാർ മാത്രമല്ല, സിബി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, എനിക്ക് സത്യന്തിക്കാണ്ടി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ജോർജ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ഹരിഹർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം. ബാക്കിയുള്ളവരും മോശക്കാരാണല്ലോ, പക്ഷെ എൻ്റെ ഒരു സ്വപ്നം, ഒരാഗ്രഹം. കാരണം സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, സാർ ഞാൻ കമൽ സാറിനെ താണ്ടി, അതായത് സുയസ് കനാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു. ഇനിയുണ്ട് കനാലുകളും കടലുകളും ഒക്കെ, അതൊക്കെ എനിക്ക് താണ്ടണം. അപ്പോൾ സാർ താങ്ക് യു എന്നെ പടത്തിന് വിളിച്ചത്. പ്രത്യേകിച്ച് 100ാമത്തെ പടം ചെയ്യുന്ന ഷൈൻ്റെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. സാറിന് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു. എന്നെ ഈ കഥാപാത്രം വിളിച്ചതിന് നന്ദി. എല്ലാവരും ഈ സിനിമ കാണണം.